പണ്ട് ജനവാസ മേഖലയായിരുന്നു ആ പുഞ്ചിരിമട്ടം. പക്ഷെ ഇപ്പോൾ അവിടെയുള്ളത് കല്ലും മണ്ണും മാത്രമാണ്. അവിടേക്ക് പോയി അവിടെ എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുക പ്രയാസമാണ്. കാരണം പ്രദേശവാസികൾക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ആര്യ, ഈ പുഞ്ചിരിമട്ടത്ത് ഞാൻ പോയത് ഈ ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ പുഞ്ചിരിമട്ടത്തേക്ക് കടക്കുന്ന പാലം വരെ ഞാൻ പോയതാണ്. അന്ന് ഏതാണ്ട് 3 മണി 4 മണി സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ പുഴയിൽ വലിയ കുത്തൊഴുക്കായിരുന്നു. അന്ന് രാവിലെ ഈ പാലം മറിഞ്ഞ് പുഴ ഒഴുകിയിരുന്നു. പക്ഷേ ഞാൻ 3 മണിയോടെ എത്തുമ്പോൾ പാലത്തിന് അടിയിലൂടെയാണ് ഒഴുകുന്നുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും വലിയ കുത്തൊഴുക്കായിരുന്നു. അവിടെ ഏതാനും കുടുംബങ്ങളെ അപ്പോഴേക്കും മാറ്റി പാർപ്പിച്ചിരുന്നു. പുഞ്ചിരിമട്ടത്ത് നിന്ന് പ്രത്യേകിച്ച് ആദിവാസി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. എങ്കിലും മറ്റ് വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. പഞ്ചായത്തൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും ആളുകൾ മാറിയിരുന്നില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ബൈറ്റ് എടുത്ത ആളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ മഴ പെയ്താൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അവിടെ പോയ ഗോകുലിനോട് ഞാൻ ചോദിച്ചു, ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച 2 നില വീടുണ്ടായിരുന്നു. അതിനടുത്ത് വലിയ ത്രികോണാകൃതിയിൽ റൂഫുള്ള ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഗൂഗിളിനോട് പറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഗൂഗിൾ പറയുന്നത് അവിടെ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ വെറും മൺകൂനയും പാറകളും മരങ്ങളും ഒക്കെയുള്ളൂ. ആ പ്രദേശം വാഷ് ഔട്ടായി പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അത്തരത്തിൽ അങ്ങനെ അവിടെ നിന്ന് താഴോട്ട് പുഞ്ചിരിമട്ടത്ത് നിന്ന് പിന്നീട് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഉള്ള എല്ലാ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർത്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടി ഈ ശക്തമായ ഒഴുക്കുണ്ടായത്. നേരത്തെ ഇബ്രാഹിം എന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ഇത് ദിശയിൽ, ആ പുഴയുടെ ദിശയിൽ മാത്രമല്ല, ഇത് ശക്തമായി വന്ന് മറുവശത്തെ കുന്നിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് അടിച്ചു കയറി. അങ്ങനെയൊക്കെയാണ് ഈ മുണ്ടക്കൈ ടൗണും മസ്ജിദിൻ്റെ ഭാഗവും ഒക്കെ വാഷ് ഔട്ടായി പോയത്. നമ്മൾ കണ്ടതാണ്. നമ്മൾ മിനിഞ്ഞാന്ന് ആദ്യമായി മുണ്ടക്കൈയിലെത്തുമ്പോൾ വലിയ പാറയൊക്കെയാണ് ഈ ജനവാസ മേഖലയിൽ, വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരു മുറിയോളം വലുപ്പമുള്ള പാറക്കല്ലുകളൊക്കെയാണ് ഒഴുകി വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ശക്തിയിലായിരിക്കണം മുകളിൽ നിന്ന് പൊട്ടി വന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഇത്രയും ഭാരം കൂടിയ പാറക്കല്ലുകളും വലിയ മരത്തടികളും ഒക്കെ ഒഴുക്കി ഏതാണ്ട് താഴെ വെള്ളാർമല വില്ലേജ് ഓഫീസിന് സമീപത്ത് വരെയൊക്കെ എത്തണമെങ്കിൽ അത് എത്രത്തോളം ശക്തിയിലായിരിക്കും മുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ നമുക്കത് ആലോചിക്കാൻ പോലും കഴിയില്ല ആര്യ. കാരണം ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദുസ്വപ്നം കാണുന്നത് പോലെ എവിടെ നിന്നോ ചളിയും മണ്ണും വെള്ളവും ഒക്കെ വന്ന് അവരെ ഒഴുക്കി കൊണ്ടുപോകുന്നു. പലർക്കും ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. പുനർനിർമ്മിക്കണം, റീബിൽഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങൾ, ഈ പുഞ്ചിരിമട്ടത്തേക്ക് നിന്നുള്ള ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം ഭയാനകമാണ് സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടേക്ക് ഇനി തിരിച്ചു വന്ന് ഈ ഒരു പ്രദേശത്തെ പുനർനിർമ്മിക്കുക, വാസയോഗ്യമാക്കുക, അതൊക്കെ സാധ്യമാണോ കമൽ അവിടെ പോയ ഒരു വ്യക്തി കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആര്യ, മുണ്ടക്കൈയിൽ അത്തരമൊരു പുനർനിർമ്മാണം സാധ്യമാണോ എന്ന് എനിക്കും സംശയമുണ്ട്. അത് അത്രയും വെല്ലുവിളി നിറഞ്ഞതാകും. കാരണം എന്നോട് ഇന്നലെ സങ്കടകരമായ ഒരു കാര്യമാണെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആരോടോ അത് ചോദിച്ചു, നാട്ടുകാരോട്. അപ്പോഴെന്നോട് പറഞ്ഞത്, ആരുണ്ട് സാറേ താമസിക്കാൻ? പുനർനിർമ്മിച്ചിട്ട് താമസിക്കാൻ ആളുകൾ വേണ്ടേ? എല്ലാവരെയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ടൗണിലൊക്കെ താമസിച്ചിരുന്നവരെ ആരാണ് ഇനി വന്ന് ഇവിടെ താമസിക്കുക? ഇനി ശേഷിക്കുന്നവർ, അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും പുറത്തൊക്കെ ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ മാറി താമസിച്ചവരോ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇനി താമസിക്കാനാകുമോ? അതിനുള്ള ധൈര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിനുള്ള മനോനില ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഒരാൾ എന്നോട് ചോദിച്ചത്. അത് ശരിയുമാണ്. കാരണം അവിടെ ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നില്ല. ഒരുപക്ഷെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ തോട്ടം തുറക്കുന്ന കാലത്തെ പോലെ ഈ തേയിലത്തോട്ടങ്ങളും അതിലെ ലയങ്ങളും തൊഴിലാളികളും അവരുടെ സ്റ്റാഫും എന്ന നിലയിലേക്ക് തിരിച്ചു പോകുമോ എന്നൊരാശങ്ക എന്നോട് ഇന്നലെ ഒരു സുഹൃത്ത് പങ്കുവച്ചു. എസ്റ്റേറ്റ് അല്ലാതെ മറ്റ് താമസക്കാരൊന്നും, സ്വന്തം സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന അത്തരം താമസക്കാരൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുണ്ടക്കൈയും അല്ലെങ്കിൽ ഈ അട്ടമലയും ഒക്കെ മാറിപ്പോകുമോ എന്ന് ആളുകൾ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. ചൂരൽമലയിലാണെങ്കിലും 2 പ്രധാന ജനവാസ മേഖലകൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഈ വെള്ളാർമല ഹൈസ്കൂൾ റോഡ് വഴി പോയി അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ വീടുകൾ, റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാവുന്ന ഒരു പ്രദേശം ചൂരൽമലയിൽ അതാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് വെള്ളാർമല വില്ലേജിന് സമീപത്തെ വീടുകൾ. ഈ 2 പ്രദേശങ്ങളും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ചൂരൽമലയിൽ. അവിടെ നിന്നൊക്കെ മാറി കുന്നിൻ മുകളിലും റോഡ് സൈഡിലുമൊക്കെയായുള്ള
അങ്ങനെയുള്ള കുറച്ച് വീടുകൾ ഇപ്പോഴുമുണ്ട്, അവിടെ താമസക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ചൂരൽമല ഒരുപക്ഷെ ആ ടൗണൊക്കെ തിരിച്ച് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ പുനർനിർമ്മിക്കുമെന്നൊരു പ്രതീക്ഷ മനസ്സിൽ നമുക്ക് വെക്കാം. പക്ഷേ മുണ്ടക്കൈയുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ്. ഇനി എന്തെങ്കിലും അത് അങ്ങനെ പുനർനിർമ്മിച്ച് അവിടെ ഒരു ജനവാസ കേന്ദ്രമൊക്കെ ഉയർന്നു വരുമോ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാനേ കഴിയുള്ളൂ. കാരണം അത്രയും അങ്ങനെ വാഷ് ഔട്ടായി പോയി എന്ന് നമ്മൾ പറയുന്ന രീതിയിലാണ് മുണ്ടക്കൈ ടൗണിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയൊരു പുനർനിർമ്മാണമോ ഇനി അങ്ങനെ പറ്റുമോ, മാത്രമല്ല ഇനി അപകടകരമായ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ പെർമിറ്റൊക്കെ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയൊക്കെ കിട്ടാനും പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുണ്ടക്കൈയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരാശങ്കയുണ്ട്. മുമ്പൊക്കെ ഈ മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് ബസ്സിൻ്റെ ബോർഡ് സ്ഥിരമായി KSRTC ബസ്സുകൾ ഓടിയിരുന്ന പ്രദേശങ്ങളാണ് ഈ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമലയൊക്കെ. പലർക്കും ഈ ഭാഗത്തേക്ക് വരാത്ത, നമ്മളൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായി പലപ്പോഴായി വരാറുണ്ട്. പക്ഷേ മറ്റാളുകൾക്ക്, കൽപ്പറ്റ നഗരത്തിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് പലർക്കും KSRTC ബസ്സിൻ്റെ ബോർഡുകളിലൂടെയൊക്കെ ആയിരുന്നു മുൻപൊക്കെ പരിചയം. പക്ഷേ സമീപകാലത്തെ ആളുകൾ, നമ്മളൊക്കെ ഇപ്പോൾ പല സ്ഥലത്തേക്കും ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഡ്രൈവ് പോവുകയും അല്ലെങ്കിൽ ഒരു വൺ ഡേ വെറുതെ ഒരു യാത്ര പോവുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴൊക്കെ കൂടുതൽ ആളുകൾ, ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇവിടെ വരാറും ഈ സ്ഥലങ്ങൾ ഒക്കെ സന്ദർശിക്കാറും ഒക്കെയുണ്ട്. മറ്റൊന്ന്, സമീപകാലത്ത് ടൂറിസം വലിയ രീതിയിൽ ഈ ഭാഗത്ത് വികസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എസ്റ്റേറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ കമ്പനികളൊക്കെ എസ്റ്റേറ്റിനകത്ത് പുറത്തുള്ള ആളുകൾക്ക് ലീസിന് നൽകി സിപ്പ് ലൈനുകൾ, അതുപോലെ സാഹസിക ടൂറിസം, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ടൂറിസം ആക്ടിവിറ്റികൾ പലതും അട്ടമലയിലും ഈ മുണ്ടക്കൈയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമീപകാലത്ത്. കുറേ റിസോർട്ടുകളും ഉയർന്നു വന്നു സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ. ചില എസ്റ്റേറ്റ് ബംഗ്ലാവുകളൊക്കെ റിസോർട്ടുകളോ ഹോം സ്റ്റേകളൊക്കെ ആക്കി മാറ്റി. അത്തരത്തിൽ അതിഥികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയായി പ്രത്യേകിച്ച് അട്ടമലയിലാണ് അത്തരം കൂടുതൽ റിസോർട്ടുകൾ ഉണ്ടായിരുന്നത്. മുണ്ടക്കൈയിലും ഉണ്ടായിരുന്നു. അത്തരം കർണാടകയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അതിഥികൾ വന്ന് റിസോർട്ടുകളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി സമീപകാലത്ത് മുണ്ടക്കൈയിൽ ഉണ്ടായി. അങ്ങനെയാണ് ഈ തോട്ടം മേഖലയ്ക്ക് പുറത്ത് ആളുകൾക്ക് ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ മറ്റൊരു സാമ്പത്തിക വരുമാനം ഒക്കെ ലഭിക്കുന്ന ഒരു ഭാഗമായി അങ്ങനെ ടൂറിസം വ്യവസായം വളർന്നു വരുന്നുണ്ടായിരുന്നു. അതിന് മുൻപൊന്നും അങ്ങനെ ഈ എസ്റ്റേറ്റിന് പുറത്ത് ഉള്ള എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം സ്വകാര്യ ഭൂമികളൊക്കെ ചെറിയ 10 സെൻറ്റോ ചുരുങ്ങിയ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നേരത്തെ തന്നെ വലിയ കമ്പനികളുടെ കയ്യിലൊക്കെയുള്ള എസ്റ്റേറ്റുകളാണ് അധികവും ഉണ്ടായിരുന്നത്. ബാക്കി വനഭൂമിയും ഒക്കെ ആയിരുന്നു. പിന്നീട് പണ്ട് കാലത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളുടെ പിന്മുറക്കാരൊക്കെ റവന്യൂ ഭൂമിയിലോ വനഭൂമിയിലൊക്കെ താമസിച്ച് പിന്നീട് പട്ടയം കിട്ടി അങ്ങനെയുള്ള കൈവശക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു ഇടത്തരം കൃഷിക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ കൃഷിയിടങ്ങളൊന്നുമുള്ള ഒരു മേഖലയല്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടുത്തെ സാമ്പത്തിക മേഖലയും നിലനിന്നിരുന്നത്. പിന്നീടാണ് ടൂറിസം മേഖല വളർന്നു വന്നത്. പക്ഷേ ഇതെല്ലാം തകിടം മറയുന്നു. ഇനിയിപ്പോൾ ടൂറിസം മേഖലയുടെ സ്ഥിതി എന്ത് എന്ന ആശങ്കയുണ്ട്. ചില റിസോർട്ടുകളെങ്കിലും ഞാൻ ആ തലേ ദിവസം പോയി എന്ന് പറയുന്ന സ്ഥലത്തൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ അവശിഷ്ടം പോലും ഇല്ല എന്ന് പറയുന്നു. അത്തരത്തിൽ ഉള്ള ഇത്രയും വലിയ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇനി എങ്ങനെ ഈ പ്രദേശത്ത് തുടർ ജീവിതം സാധ്യമാകും, എങ്ങനെ ആളുകൾ വരുമാനമുണ്ടാകും? കടകൾ നഷ്ടപ്പെട്ടവരെ, ഈ ചൂരൽമല ടൗണും മുണ്ടക്കൈ ടൗണും ഏതാണ്ട് കടകളൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാര സമൂഹം അവരുടെ എങ്ങനെ അവർ അതിജീവിക്കുമെന്നറിയില്ല. ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരാൾ കടയിലെ സാധനങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. മലഞ്ചരക്ക് വ്യാപാരി, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുഖുവേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു എത്രയോ ടൺ കുരുമുളക് കടയ്ക്കകത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പല രീതിയിൽ ജീവിത മാർഗം എല്ലാവരുടെയും അടഞ്ഞു പോയിരിക്കുന്നു, വ്യാപാരികളുടേതാണെങ്കിലും മറ്റ് മേഖലയിലുള്ളവരുടേതാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവൈവേഴ്സ് എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ തുടർ ജീവിതം ഒക്കെ ആശങ്കയിലാണ്.